അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സന്തോഷ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നെരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ജൗഹർ പൂമംഗലം, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കുന്നമംഗലം MLA PTA റഹീം സാഹിബ്, ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. TP കേളിക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും അതേപോലെ തന്നെ ലോഗോ പ്രകാശനവും പ്രിയപ്പെട്ട MLA ഇവിടെ നിർവഹിക്കുകയുണ്ടായി. കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാറ്റലിസ്റ്റിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇതിൻ്റെ രൂപേഷ് സാറിനെയും അതിലെ അധ്യാപകരെയും ഞാൻ മടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. പിന്നെ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പോലും കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്ര തന്നെ ആയാലും ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് രക്ഷിതാക്കൾക്ക് അറിയും. എൻ്റെ മുമ്പിൽ ഒരു പക്ഷേ കുട്ടികൾക്ക് അത്ര മനസ്സിലാവുണ്ടാവില്ല. ആ ഒരു സന്ദർഭത്തിൽ പാവപ്പെട്ടവർ, ഒരുപാട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, അവരെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു മനസ്സിന് ഉടമകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരം വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് TP കേളിക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ മകൻ ആ ഒരു കർത്തവ്യം അച്ഛന് വേണ്ടി വളരെ നല്ല രീതിയിൽ തന്നെ നിർവഹിച്ചിരിക്കുകയാണ്. എന്തായാലും ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുകയാണ്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ സാറിനെ സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി നമ്മൾ ഏതൊരു മീഡിയ എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് കുട്ടികൾക്കിടയിലുള്ള ലഹരിയുടെ ഉപഭോഗം കൂടുതലാണ്. നമുക്കറിയാം, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കാറ്റലിസ്റ്റിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അടുത്ത് ഈയിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ വിശദീകരിക്കുന്നില്ല, വളരെ വേദനാജനകമാണതൊക്കെ. അപ്പം ഇക്കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികളുടെ ബോധവൽക്കരണവും അക്കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ പിന്തിരിക്കാനുള്ള ഒരു ശ്രമം എല്ലാം തന്നെ കാറ്റലിസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാലം ഈ കാറ്റലിസ്റ്റ് വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമാറായിട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് മടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ KP മോഹനൻ മാസ്റ്റർ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഉദ്ഘാടകൻ നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് PTA റഹീം, വേദിയിൽ ഉള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ അടുത്ത പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വേദിയിലും സദസ്സിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, കാറ്റലിസ്റ്റ് ആരംഭിച്ചത് മുതൽക്ക് ഈ സ്ഥാപനവുമായി എനിക്ക് ബന്ധമുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ പ്രവർത്തന മേഖല നരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആരംഭിച്ചത് മുതൽക്ക് തന്നെ അതുമായി ബന്ധമുണ്ട് എന്നുള്ളത് പറഞ്ഞത് അതുകൊണ്ടാണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രൂപീഷ് മാഷക്ക് അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക ലാഭമോ മറ്റു കാര്യങ്ങളോ അല്ല അദ്ദേഹം ഇതിൽ പ്രതീക്ഷിക്കുന്നത്. കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അത് പണക്കാരൻ്റെ മക്കളായാലും പാവപ്പെട്ടവൻ്റെ മക്കളായാലും അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം. പണമില്ലാത്തതുകൊണ്ട് ഒരു കുട്ടിയും പഠിക്കാണ്ടായി പോകരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ ഇവിടെ വീസില്ലാതെ തന്നെ പഠിച്ചതായിട്ട് എനിക്കറിയാം. പലപ്പോഴും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും പല റെക്കമെൻഡുകളൊക്കെ ആയിട്ട് കുട്ടികളെ ചേർക്കാനടക്കം പല കാര്യത്തിനായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ നമ്മളായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതായത് പറഞ്ഞാൽ തുടക്കം മുതൽക്ക് നമുക്കിതുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രൂപത്തിലാണ് കാറ്റലിസ്റ്റ് ചെറിയ രൂപത്തിലാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് അത് വളർന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ വളർന്ന് വലിയൊരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഇവിടെ പഠിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ആ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനത്തോടൊപ്പം പുതിയൊരു മേഖല കൂടി കണ്ടെത്തുകയാണ് ഇപ്പോൾ.
ആരോഗ്യ മേഖലയിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതും കേൾക്കുട്ടിയുടെ പേരിൽ. രൂപീഷ് മാഷ അച്ഛൻ കേൾക്കുട്ടിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്ത്. മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വാട്സപ്പിൽ അത് കാണുന്നത് ആദ്യമായിട്ട്. കാരണം അതിൻ്റെ തലേ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കയറി ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചാണ് പിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് അത് വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. 2-3 ദിവസം മാത്രമേ ആശുപത്രിയിൽ കിടന്നിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സുള്ള ഒരു നല്ല വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഇതുപോലൊരു ചാരിറ്റി പ്രവർത്തനം ആരംഭിച്ച് മുഴുവൻ ആളുകളെയും സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയിട്ടുള്ള ഈ ചാരിറ്റി പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പം നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും കിടപ്പ് രോഗികളുണ്ട്. ഒരുപാട് വാഹനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ നിരവധി വാഹനങ്ങളാണ്. ആ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും രോഗികൾക്ക് വേണ്ട സമയത്ത് അതിൻ്റെ പരിപാലനം എത്താത്ത സ്ഥിതിയാണ് ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ രംഗത്തേക്ക് ആരെല്ലാം കടന്നു വന്നാലും എത്ര രൂപത്തിൽ ഇതിന് വേണ്ടി പ്രവർത്തിച്ചാലും മതിയാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത്. നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊന്നും ഇത് വേണ്ടത്ര മനസ്സിലാവില്ല. പ്രായമുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ട് വലുതാണ്. അപ്പോൾ ആ രംഗത്തേക്ക് അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഈ സംരംഭം നല്ല രൂപത്തിൽ വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അടുത്തതായി ശ്രീ വി രാജൻ. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ജൗഹർ ഭൂമംഗലം, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കുന്നമംഗലത്തിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ PT റഹീം, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പ്രിയപ്പെട്ട ശ്രീ രൂപേഷ് മാസ്റ്റർ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാപനം, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് 28 വർഷം പൂർത്തിയാവുകയാണ്. ഈ 28 വർഷത്തിനിടയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു. നിരവധി വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാപ്തരാക്കുന്ന നിലയിൽ വളരെ മെച്ചപ്പെട്ട കോച്ചിങ് നൽകാൻ കാറ്റലിസ്റ്റിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാറ്റലിസ്റ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല അച്ചടക്കമുള്ളവരായിരിക്കും. അതിനൊരു കാരണവും കൂടിയുണ്ട്. രൂപീഷ് മാഷ് കാണുമ്പോൾ ചിരിക്കുമെങ്കിലും ക്ലാസ്സിൽ അദ്ദേഹം വളരെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അത് നേരിട്ട് അനുഭവമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ രൂപീഷ് മാസ്റ്ററുടെ കീഴിൽ വളരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ അച്ചടക്കമുള്ളവരായിരിക്കുമെന്ന് പറയേണ്ടതില്ല. കാരണം എൻ്റെ 2 മക്കളും അദ്ദേഹത്തിൻ്റെ ബാലുശ്ശേരിയിലെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ളവരാണ്. ഞാനും അദ്ദേഹവും തമ്മിൽ ഒരുപാട് കാലത്തെ സുഹൃത്ത് ബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്നെ ഉണ്ണികുളത്തുനിന്ന് ഈ ചടങ്ങിന് ഇങ്ങോട്ട് ക്ഷണിച്ചത്. നരിക്കിനിയിൽ ആളുകളില്ലാഞ്ഞിട്ടല്ല. ഞാനും അദ്ദേഹവുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാമധേയത്തിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഇന്ന് ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ലോകോപ്രകാശനവും നടന്നിരിക്കുകയാണ്. ഈ ട്രസ്റ്റ് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് കുറേ ആളുകൾക്ക് സഹായങ്ങൾ ലഭിച്ചിട്ടുള്ളത്.
എല്ലാ മേഖലകളിലും കൈവക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എൻജിനീയറിങ്ങിനാണെങ്കിലും ശരി, മെഡിസിനാണെങ്കിലും ശരി, ഡൽഹി എയിംസ് ആണെങ്കിലും ശരി, IIT ആണെങ്കിലും ശരി, NIT ആണെങ്കിലും ശരി, അവിടേക്കൊക്കെ കുട്ടികളെ വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാറ്റലിസ്റ്റിൽ നടക്കുകയാണ്. അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു ലാഭത്തിന് വേണ്ടി നടത്തിക്കൊണ്ടു പോവുകയല്ല അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമാണത്. ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മയൊക്കെ വിട്ടു പിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ TP കേളുക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, കാറ്റലിസ്റ്റും അതുപോലെ തന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.